നോക്കടി ഇത് പോകാനാകുമ്പോൾ ഇത് തിരുമ്പിട്ടാളട്ടാ ഇത് തിരുമ്പിട്ടാണ് പോയിക്കോ എവിടെ പോകണെങ്കിലും. അമ്മ ഇപ്പൊ തന്നെ നേരം വൈകി. കലക്ടർ ഉദ്യോഗത്തിനല്ലേ പോണത്, നേരം വൈകി. ഇത് തിരുമ്പിട്ടിട്ട് പോയാൽ മതി എവിടേക്ക് പോവാണെങ്കിലും. അമ്മ അവിടെ ചെന്ന ഇനിയിപ്പോ ബോസ് ചീത്ത പറയുമ്മ. നാളെ ഞാൻ നേരം വൈകിട്ട് നല്ല ചീത്ത പറഞ്ഞിരിക്കണേ. ഇവിടുന്ന് ഇത് തിരുമ്പാതെ പോയാൽ ഞാൻ ചീത്ത പറയും. അതറിയാം എനിക്ക് വൈകുന്നേരം ഇങ്ങോട്ട് കയറി വരാനുള്ളതാ. ആ ഓർമ്മ ഉണ്ടെങ്കിൽ തിരുമ്പിട്ടിട്ട് പോയാൽ മതി. ഇങ്ങനെ പറ്റി നേരത്തെ അവിടെ പോകണ്ട കേട്ടാ. ഇവിടുത്തെ പണിയൊക്കെ കഴിഞ്ഞിട്ടാണ് പോയാൽ മതി. ഈ ഷർട്ടും തേച്ച പറ്റില്ല. ഞാൻ എല്ലാരും പ്രിന്റുള്ള ഷർട്ട് കണ്ട പോണ. ഞാൻ ഷെരീഫിന്റെ മോളെ കല്യാണല്ലേ. പറ്റില്ല. ഈ ഇതിട്ടാ ഇതാണ് പുതിയ ഷർട്ട്. എല്ലാരും കണ്ട പ്രിന്റാന്ന് ഇടണേ. നേരം വൈകുന്നു നിങ്ങൾ. എനിക്ക് ഇസ്തിരി പറ്റി അലർജിയാണ്, എനിക്കറിയില്ല. എന്റെ തമ്പുരാനക്ക് നേരം ടൈമൊക്കെ ചേർക്കി എവിടുക്കാ പോണ്? ആ നക്കപ്പിച്ച് നമ്മളെ വാങ്ങാനല്ലേ ജൈവാൻ പറഞ്ഞ പണിട്ടാ. ബസ്സൊക്കെ അടുത്തത് വരും. ഇപ്പൊ അത് പറഞ്ഞ പണിയെടുത്തോ. മടി ചായ കുടിച്ചിരുന്നു? ഇല്ലമ്മ. ചായക്കട ഇഡ്ഡലിയൊക്കെ ഉണ്ട്. ഈ ദോശ ആണെങ്കിൽ ഞാൻ ദോശ ഇട്ട മാവുണ്ടല്ലേ. പിന്നെ ചമ്മന്തി ഉണ്ടോ? ചമ്മന്തി ഉണ്ടാക്കി തരാം. അതിനൊന്നും പറ്റിയോളല്ലോ ഓള്. ഇന്ന് പാലുള്ള ചായ ആണോ? ഇതാണ് ഇതാണ് പുതിയ എണ്ണ. ഇത് ഷെരീഫ്, ഇത് ഞാന്, ഇത് മനോജ്, ഇത് ദിനേശ്, ഇത് ഷഫീഖ്. ഞങ്ങളെല്ലാരും ഒപ്പം നിന്നുകാണ്ട് പുതിയ വരുന്നതിന്റെ മുമ്പ് എടുത്തു. കല്യാണത്തിന്റെ അല്ല എവിടുക്കാ ശമ്പളം ഒന്നും കിട്ടിയിട്ടില്ല. ഇപ്പൊ ഇത് കിട്ടണ ദിവസമാണല്ലോ. കിട്ടിയേക്കോരോ. ഇതെന്നിങ്ങനെ ചോദിച്ചാ നിക്കണം എല്ലാ മാസവും. അത് കിട്ടി അതിട്ട് തന്നൂടെ? ചോദിച്ചില്ലെങ്കിൽ അത് ലാഭമായല്ല. നമുക്കിപ്പോ എത്ര പണിന്നാ ശരീരത്തെ ചെലവും കാര്യമൊക്കെ ഇവിടെ നടത്തണേ. മോന്ത എങ്ങനെ എന്തിയേ ചോദിച്ചോക്കടാ. ഇന്നത്തോളെ മോന്ത എങ്ങനെയെന്ന്. കൈ എന്നിട്ടാ എല്ലാ കാര്യവും ഞാൻ ഇവിടെ ചെയ്തിട്ടുണ്ടല്ലോ. പൊയ്ക്കോ അടുക്കളയ്ക്ക്. ഇങ്ങോട്ടല്ല അങ്ങോട്ട്. അവിടെ ഒറ്റ മാതിരി പണിയുണ്ട്. പോയിക്ക്. ചെറുനേരം കൊണ്ട് നോക്കിയാണ്ടായി കുറച്ച് കട്ടൻ ചായ ഉണ്ടായി. ചെറുനേരം വെച്ചുകൊണ്ട് ആ ബിരിയാണി നമ്മ ഭയങ്കര കല്യാണത്തിന് പോയാ പിന്നെ പറ്റിയിട്ടില്ല. വേഗം വലിച്ചെറിഞ്ഞു പോയിക്കണം. വല്ലാത്തൊരു സാധനമാണ് കിട്ടാ. 2 ഗ്ലാസ് എടുത്ത് അമ്മക്ക് വേണ്ടി വരും. കണ്ടമ്മ എനിക്ക് വേണോ? വേണേ രണ്ടെണ്ണത്തോ വേണ്ടെങ്കിലും വേണ്ടില്ല വേണം. ഫേസ്ബുക്കിലേ ഈ വന്നൊക്കെ കണ്ടല്ലോ ഞങ്ങള്. ഇലക്ഷന്റെ ഓരോ ഇതാണിത്. കണ്ടോ? അല്ല എന്റെ ഉദ്യോഗസ്ഥ പണിക്കൊന്നും പോണില്ലേ? 9 മണിയാവണ്ടേ? 9 മണിയോ? അവിടെയൊക്കെ നേരെ 11 മണി ആയിക്കണ്. 11 മണിയായോ? ചോറ എന്താ ജോലിക്ക് പോണല്ലേ? ഓ ഞാൻ ഇനി മുതൽ ജോലിക്ക് പോണില്ല. ജോലി രാജിവെച്ച്. രാജിയൊക്കെ എന്തേ? ഞാൻ ജോലിക്ക് പോണത് നിങ്ങൾക്ക് ഇഷ്ടമല്ലല്ലോ. നോക്കും ഇഷ്ടമല്ലല്ലോ. പിന്നെന്താ? ഞാൻ ജോലിക്ക് പോകുമ്പോ എന്താ പറയാറ്? പിന്നെ നക്കാപ്പിച്ച ശമ്പളം, കളക്ടർ ഉദ്യോഗസ്ഥ, നേരം വൈകി പോവാൻ പാടില്ല, നേരം വൈകി വരാൻ പാടില്ല. പ്രശ്നങ്ങളല്ലേ? ജോലി രാജിവെക്കലാ? വേണ്ട. അത്ര കഷ്ടപ്പെട്ട് ഞാൻ എന്തിനാ ജോലിക്ക് പോകുന്നത്? ഭയങ്കര റിസ്ക് ആണ് ജോലിക്ക് പോകുമ്പോ. ഇവിടെ രാവിലെ 4 മണിക്ക് നീച്ചിട്ട് സുബഹിസ്കാരം കഴിഞ്ഞ് കംപ്ലീറ്റ് കാര്യങ്ങളും ചെയ്യണം. അതും കഴിഞ്ഞിട്ട് 9:30 മണിയാകുമ്പോൾ അങ്ങോട്ട് ഓടി ചെന്നിട്ട് അവിടുത്തെ കാര്യങ്ങൾ ചെയ്യണം. അപ്പോഴത്തേക്ക് നമുക്ക് വൈകുന്നേരത്തുള്ള 5 മണിക്കുള്ള ചായ ആയി. ഞാൻ അവിടെ നിന്ന് ഓടി വന്ന് ചായ ഉണ്ടാക്കി തരണം. അതൊക്കെ പണിക്കോണ എല്ലാ പെണ്ണുങ്ങളും കാട്ടണ തന്നെയാണ്. ഞാൻ റിസ്ക് എടുക്കാൻ നിൽക്കുന്നത്. ഞാൻ അങ്ങനെ കിടന്ന് പഠിപ്പിട്ട് എന്തിനാ കൂടുതലാണ് നിൽക്കുന്നത്? പിന്നെ ആരെ കണ്ടും കണ്ടാ നിക്കണേ? നിൽക്കാറില്ല. ഞാൻ കൊണ്ടുവന്ന ശമ്പളം 2 ആളും പങ്കിട്ടെടുക്കുക. നിങ്ങൾ ദൂർത്തടിക്കുക. നിങ്ങൾ ചെലവ്. ഞങ്ങൾ എനിക്കിപ്പോ അന്യരായോ? ഞാൻ എന്റെ മാപ്പിള ഇത് എന്റെ അമ്മയാണ്. പൈസ കൊണ്ടിരുന്നതിന് ഇങ്ങനെ കണക്ക് പറയണ്. നിങ്ങൾക്ക് ആ ബോധം ഉണ്ടാ? നിങ്ങൾ എന്റെ മാപ്പിളയെന്ന് വല്ല ബോധം ഉണ്ടോ നിങ്ങൾക്ക്? ഇന്ന വല്ല പട്ടി ഓടിക്കണ പോലെ എമ്മയും മോനും കൂടി ഓടിക്കലല്ലേ ഇവിടെ? എനിക്ക് എത്രമാത്രം റിസ്ക് എടുക്കാൻ എനിക്ക് പറ്റൂല. നിങ്ങൾ എന്തെങ്കിലും വെച്ചുണ്ടാക്കാൻ കൊണ്ടുവന്നാ
ഞാൻ വെച്ചുണ്ടാക്കി തരാം. ഈ പേരും കോലയും എല്ലാം തുടച്ച് വൃത്തിയാക്കി തരാം. നിങ്ങൾ രണ്ടാളും ഡ്രസ്സ് നല്ലപോലെ വൃത്തിയാക്കി തരാം. ഇസ്തിരി തരാം. നിങ്ങൾക്ക് കല്യാണത്തിനോ കളിയാട്ടത്തിനോ മരിച്ചതിനോ അടിയന്തരത്തിനോ എന്ത് പോവാണെങ്കിലും അപ്പൊക്കെ ഞാൻ ഇസ്തിരി തരും. ഉമ്മടെ വേണോ അതും ഞാൻ ചെയ്തു തരാം. നിങ്ങൾക്ക് എങ്ങോട്ടെങ്കിലും മുന്നോട്ട് പോണോ, ഞാൻ ഇവിടെ മൊത്തം കഴുകി വൃത്തിയാക്കണോ അതും ചെയ്തുതരാം. മാറലാട്ടണോ, തിരുമ്പണോ, തുടക്കണോ, വളപ്പടിക്കണോ, ഇനി എല്ലാ പണി ഞാൻ എന്നാലും ഇതൊക്കെ ചെയ്താലും എനിക്കൊരു ബോറടി ഉണ്ടാവില്ല. അപ്പൊ എന്തായാലും ജോലിക്ക് പോയിക്കൂടെ? ബോറടിയില്ല. അതിപ്പോ എന്താന്നറിയോ, അവളെ ഏട്ടത്തി ഇന്നലെ വിളിച്ചിക്കണ്. ഓള എനിക്ക് നല്ല ക്ലാസ് എടുത്ത് തന്നിക്കണ്. എന്റെ ഏട്ടത്തി വിളിച്ചോട്ടെ. എന്റെ ഏട്ടത്തി വിളിച്ചാലും ഞാൻ പഠിച്ച് കഷ്ടപ്പെട്ടുണ്ടാക്കിയ ജോലിയാ. അതിനൊക്കെ ഒരു അഭിമാനത്തോടെ പോകാൻ പറ്റില്ല. എനിക്ക് ആ പൈസ പെരുമാറാൻ പറ്റില്ല. എനിക്കിപ്പോ അത്ര വലിയ പുന്നാരൊന്നുമില്ല. ഇനി മോനെ കൂടി ഞാൻ ഉണ്ടാക്കിക്കോളി. എത്തമ്മ കാട്ടുക ഇച്ചറിയില്ല. ഉമ്മാൻ്റെ വല്ല പണിയും തരുന്നോ? ഇച്ചാവൂല പണിക്കോകാം. ഇവളിപ്പോ ഇങ്ങനെ കാട്ടിയാലേ ഞമ്മള് തെണ്ടും. എന്നാലേ നിങ്ങൾക്ക് എന്നാലും ഈ തൊഴിലുറപ്പിനൊക്കെ പോയിക്കൂടെ? അടച്ച തമ്പുരാനെ, ഇജ്ജിപ്പോ ഇന്നെ തൊഴിലുറപ്പിന് അറിഞ്ഞേക്കാ? അല്ലാതെ പിന്നെ ആര് പോണ്? ചേരക്കാതെ വല്ല പണി തെരഞ്ഞ് പണിക്കോ? പെണ്ണിപ്പോ നിർത്തി പണി. നിങ്ങള് പറഞ്ഞു നല്ലോണം പറഞ്ഞാണ്ട് ഓളോട് പോകാൻ പറയും. അല്ലാതെ ഇപ്പൊ വേറെ വജ്ജൊന്നുമില്ല. ഞാൻ ഓളോടൊന്നേ നല്ലോണം പറയട്ടെ, പണിക്കോണ കാര്യം. തൊഴിലുറപ്പിനൊക്കെ ഇപ്പൊ പെണ്ണുങ്ങൾ എടുക്കണ്ടേ, നിങ്ങൾ അതിന് പോയിക്കോളി. അതിന് വലിയ പണിയൊന്നുമില്ല. ഒരു മാക്സ് ഇട്ട് അതിന്റെ മേലെ ഒരു ഷർട്ട് ഇട്ടാൽ മതി. ആരും അറിയില്ല. പറ്റാത്തൊരു ചെറുക്കനാന്നിട്ടാ ഞാൻ പോകാണ് ഇവിടുന്ന്. ഇല്ലാന്ന് ഇതിനെക്കാട്ടി നല്ലത് ഓളന്നെ.